ഒരു ശാസ്ത്രജ്ഞൻ ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ സ്ട്രൈക്കറെ രൂപകൽപ്പന ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കരുതുക. ഒരു സ്പ്രിന്ററുടെ വേഗത ഉണ്ടായിരിക്കണം, ഒരു ഹെവി വെയ്റ്റ് ബോക്സറുടെ ശരീരബലം വേണം, ഒരു ബാസ്കറ്റ്ബോൾ താരത്തിന്റെ ഉയരം വേണം, ഒരു വേട്ടക്കാരന്റെ പ്രതികരണ ശേഷി ഉണ്ടാകണം, ഒരു ഗോൾ മെഷീന്റെ കൃത്യത വേണം. ഇവയെല്ലാം ഒരുമിച്ച് ചേർത്താൽ ഇന്നൊരു രൂപം ലഭിക്കും. ആധുനിക ഫുട്ബോളിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ട്രൈക്കർ, ദ റിയൽ ഗോൾ മെഷീൻ, എർലിംഗ് ഹാലൻഡ്. എർലിംഗ് ബ്രൗട്ട് ഹാലൻഡ്. അയാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഗോളുകൾ മാത്രമാണ്. പ്രീമിയർ ലീഗിലെ റെക്കോർഡുകൾ, ചാമ്പ്യൻസ് ലീഗിലെ അതിവേഗ നേട്ടങ്ങൾ, ബുണ്ടസ് ലീഗിൽ സൃഷ്ടിച്ച വിസ്മയങ്ങൾ, നോർവേ ദേശീയ ടീമിനായി നേടിയ ഗോളുകൾ, ഇവയെല്ലാം ഹാലൻഡിന്റെ കരിയറിനെ മനോഹരമായി നിർവചിക്കും. എന്നാൽ ഈ കണക്കുകൾ മാത്രം നോക്കിയാൽ ഹാലൻഡ് എന്ന പ്രതിഭയെ മനസ്സിലാക്കാൻ കഴിയില്ല. ഹാലൻഡിന്റെ കഥ ഒരു ഗോൾ വേട്ടക്കാരന്റെ കഥ മാത്രമല്ല, അത് ആധുനിക ഫുട്ബോൾ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ നിർവചനം കൂടിയാണ്. 2000 ജൂലൈ 21 ഇംഗ്ലണ്ടിലെ ലീഡ്സ് നഗരത്തിലാണ് എർലിംഗ് ബ്രൗട്ട് ഹാലൻഡ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവായ അൽഫ് ഇൻഗെ ഹാലൻഡ് ഇംഗ്ലീഷ് ഫുട്ബോളിൽ പ്രൊഫഷണൽ താരമായിരുന്നു. ഹാലൻഡിന്റെ ജനനം ഇംഗ്ലണ്ടിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നോർവേയിലാണ് വളർന്നത്. കുടുംബം പിന്നീട് നോർവേയിലെ ബ്രൈൻ എന്ന ചെറിയ പട്ടണത്തിലേക്ക് മാറി. അവിടെയായിരുന്നു എർലിംഗിന്റെ ബാല്യം. ബ്രൈൻ ഒരു വലിയ നഗരമല്ല. ലോക പ്രശസ്തമായ ഫുട്ബോൾ അക്കാദമികളൊന്നും അവിടെയില്ല. അത്യാധുനിക പരിശീലന സൗകര്യങ്ങളുമില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക സംസ്കാരമായിരുന്നു. കഠിനാധ്വാനം, കാലാവസ്ഥ എത്ര കഠിനമായാലും കുട്ടികൾ കളിക്കളത്തിന് സമയം ചെലവഴിക്കുന്ന ഒരു പ്രത്യേകതരം ഫുട്ബോൾ സംസ്കാരം. ഈ അന്തരീക്ഷം ഹാലൻഡിന്റെ കായിക മികവിനെ രൂപപ്പെടുത്തി. ചെറുപ്പം മുതൽ എർലിംഗ് കണ്ടത് പ്രൊഫഷണൽ സ്പോർട്സിന്റെ ജീവിതമാണ്. പരിശീലനം, ശരീരപരിപാലനം, വിശ്രമം, ചിട്ടയായ ഭക്ഷണക്രമം, അങ്ങനെ ഒരു കളിക്കാരന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും എത്ര പ്രധാനമാണെന്ന് അദ്ദേഹം തന്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പഠിച്ചു. ഇത് പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായി മാറി. ഹാലൻഡിനെ കുറിച്ച് പൊതുവെ പ്രചരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചെറുപ്പം മുതൽ അദ്ദേഹം ഫുട്ബോളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു താരമായിരുന്നു എന്നാണ് പലരും കരുതുന്നത്. യാഥാർത്ഥ്യം അതല്ല. അത്ലറ്റിക്സ്, ഹാൻഡ്ബോൾ, ഗോൾഫ് തുടങ്ങിയ വിവിധ കായിക ഇനങ്ങളിൽ ഹാലൻഡിന് വലിയ മികവുണ്ടായിരുന്നു. ഇത് പിന്നീട് അയാളുടെ ശരീരഘടനയെ വളരെയധികം സ്വാധീനിച്ചു. സ്പോർട്സ് സയൻസിൽ ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു ആശയമുണ്ട്. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഒരു കായിക ഇനത്തിൽ മാത്രം ഒതുങ്ങാതെ പല കായിക ഇനങ്ങളിലും പങ്കെടുക്കുന്നത് ശരീരത്തിന്റെ സമഗ്ര വികാസത്തിന് സഹായകരമാകും. ഹാലൻഡിന്റെ കാര്യത്തിൽ ഇത് വ്യക്തമായി കാണാം. അദ്ദേഹത്തിന്റെ ഓട്ടത്തിലെ ബാലൻസ്, ശരീര നിയന്ത്രണം, സ്ഫോടനാത്മകമായ ശക്തി, വായുവിലൂടെ ഉയരാനുള്ള കഴിവ് എന്നിവയിൽ ഈ വൈവിധ്യമാർന്ന പരിശീലനത്തിന്റെ സ്വാധീനം വ്യക്തമാണ്. ഹാലൻഡ് ഗോൾ വല ഭേദിക്കാൻ വരുമ്പോൾ ഡിഫൻഡർമാർക്ക് തോന്നുന്നത് അതിവേഗം വരുന്ന കരുത്തനായ ഒരു കുതിരയെ തടയും പോലെയാണ്. ബ്രൈൻ FK അക്കാദമിയിലൂടെയാണ് ഹാലൻഡ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്കുള്ള ആദ്യ ചുവടുകൾ വെക്കുന്നത്. അന്ന് ഹാലൻഡ് അത്യുജ്വലനായ ഒരു ഡ്രിബിളർ ആയിരുന്നില്ല. മൈതാനത്തിന് നടുവിൽ നിന്ന് കളി നിയന്ത്രിക്കുന്ന മിഡ്ഫീൽഡറുമായിരുന്നില്ല. പക്ഷേ പരിശീലകർ ഒരു കാര്യം ശ്രദ്ധിച്ചു. പന്ത് ഗോൾ പോസ്റ്റിന് സമീപമെത്തുമ്പോൾ എർലിംഗ് ഹാലൻഡ് എപ്പോഴും ശരിയായ സ്ഥലത്ത് തന്നെ ഉണ്ടാകും. പൊസിഷനിങ്, അത് പരിശീലിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കഴിവുകളിലൊന്നാണ്. ഇന്ന് ഹാലൻഡിനെ നേരിട്ട പല ഡിഫൻഡർമാരും പൊതുവായി പറയുന്നൊരു കാര്യമുണ്ട്: അവൻ എവിടെ നിന്ന് വന്നാണ് ഗോൾ അടിച്ചിട്ട് പോയതെന്ന് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു സ്ട്രൈക്കറുടെ യഥാർത്ഥ പ്രതിഭ പലപ്പോഴും പന്ത് കാലിരിക്കുമ്പോൾ മാത്രമല്ല, പന്തില്ലാതെ മൈതാനത്ത് സഞ്ചരിക്കുന്ന സമയത്തും അത് പലപ്പോഴും പ്രകടമാകും. ഈ ഗുണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഹാലൻഡിൽ പ്രകടമായിരുന്നു. എവിടെ പോയി എങ്ങനെ നിന്ന് ഗോൾ നേടണമെന്ന് ഹാലൻഡിന് കൃത്യമായി അറിയാമായിരുന്നു. ഹാലൻഡ് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ ശരീരഘടനയിൽ വലിയ മാറ്റമുണ്ടായി. ഉയരം അതിവേഗം വർദ്ധിച്ചു, ശരീരബലം വർദ്ധിച്ചു. പക്ഷേ സാധാരണയായി വളരെ ഉയരമുള്ള കളിക്കാർക്കുണ്ടാകുന്ന പ്രശ്നം അദ്ദേഹത്തിനുണ്ടായില്ല. അയാളുടെ വേഗം കുറഞ്ഞില്ല. ഇതാണ് ഹാലൻഡിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഏകദേശം 2 മീറ്ററിനോടടുത്ത് ഉയരമുള്ള ഒരു സ്ട്രൈക്കർ, അതേസമയം അതിവേഗ സ്പ്രിന്റുകൾ നടത്താൻ കഴിയുന്ന ഒരു അത്ലറ്റ്. ഇത്തരം സംയോജനം ഫുട്ബോളിൽ അത്യപൂർവമാണ്. ഹാലൻഡിന്റെ വളർച്ച എല്ലായ്പ്പോഴും വിജയങ്ങൾ നിറഞ്ഞതായിരുന്നില്ല. പല ടൂർണമെന്റുകളിലും ഹാലൻഡ് ശ്രദ്ധിക്കപ്പെട്ടില്ല. പല മത്സരങ്ങളിലും ഗോൾ നേടാനായില്ല. പക്ഷേ പരിശീലകർ പിന്നീട് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. പരാജയപ്പെട്ട മത്സരങ്ങൾക്ക് ശേഷമാണ് ഹാലൻഡ് ഏറ്റവും കൂടുതൽ പരിശീലനം നടത്തിയത്. ഒരു ഗോൾ നഷ്ടമായാൽ അതിന്റെ കാരണം കണ്ടെത്താൻ ഹാലൻഡ് ഉറക്കമില്ലാതെ ശ്രമിക്കുമായിരുന്നു. ഡിഫൻഡർമാർ തന്നെ എങ്ങനെ തടഞ്ഞു, തന്റെ ഓട്ടത്തിന്റെ സമയക്രമം തെറ്റിയോ, ഫിനിഷിംഗ് രീതിയിലാണോ പിഴവ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഹാലൻഡിനെ എപ്പോഴും അലട്ടിയിരുന്നു.
ഈ ആത്മവിശകലനമാണ് പിന്നീട് ഒരു ലോകോത്തര സ്ട്രൈക്കറായി വളരാൻ അയാളെ സഹായിച്ചത്. ഹാലൻഡ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കടന്നു വരുമ്പോൾ ലോക ഫുട്ബോൾ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലായിരുന്നു. 2 പതിറ്റാണ്ടോളം ഫുട്ബോളിനെ നിയന്ത്രിച്ചിരുന്ന ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കാലഘട്ടം അവസാനത്തിലേക്ക് നീങ്ങുന്നു. ലോകം അടുത്ത സൂപ്പർ താരത്തെ തേടുകയായിരുന്നു. അന്ന് പല യുവതാരങ്ങളും ഉയർന്നു വന്നു. പക്ഷെ അവരിൽ ഒരാൾക്ക് മാത്രം ഒരു പ്രത്യേക വിശേഷണം ലോകം നൽകി: ഗോൾ മെഷീൻ. ആ പേര് പിന്നീട് എർലിംഗ് ഹാലൻഡിന്റെ ഐഡന്റിറ്റി കാർഡായി മാറി. 2017 വെറും 16-ാം വയസ്സിൽ തന്നെ ഹാലൻഡ് ബ്രൈൻ FKയുടെ സീനിയർ ടീമിനായി കളിക്കാൻ തുടങ്ങി. ആ സീസണിൽ അദ്ദേഹം നിരവധി മത്സരങ്ങൾ കളിച്ചെങ്കിലും ഗോൾ നേടാനായില്ല. ഒരു യുവ സ്ട്രൈക്കറുടെ കാര്യത്തിൽ അത് നിരാശാജനകമായ കണക്കായിരുന്നു. പല ക്ലബ്ബുകളും ഇത്തരമൊരു പ്രകടനം കണ്ടാൽ ആ താരത്തെ ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷേ ബ്രൈൻ ക്ലബിലെ പരിശീലകർ മറ്റൊന്നാണ് കണ്ടെത്തിയത്. ഗോളുകൾ വന്നില്ലെങ്കിലും അദ്ദേഹം നിരന്തരം ശരിയായ പൊസിഷനുകളിൽ എത്തുന്നുണ്ടായിരുന്നു. പ്രതിരോധ താരങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഓട്ടങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഗോൾ നേടാനുള്ള അവസരങ്ങൾ നിരന്തരം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഫുട്ബോളിൽ ചിലപ്പോൾ കണക്കുകൾ യഥാർത്ഥ കഥ പറയില്ല. ഹാലൻഡിന്റെ ആദ്യ സീസൺ അതിന്റെ ഉദാഹരണമായിരുന്നു. 2017 നോർവേയിലെ പ്രമുഖ ക്ലബ്ബായ മോൾഡെ FK ഹാലൻഡിനെ സ്വന്തമാക്കി. മോൾഡയുടെ പരിശീലകനായിരുന്ന ഒളെ ഗുന്നാർ സോൾഷ്യർ ഒരു മികച്ച സ്ട്രൈക്കറായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി നിരവധി നിർണായക ഗോളുകൾ നേടിയ അദ്ദേഹം യുവ സ്ട്രൈക്കർമാരെ വളർത്തുന്നതിൽ പ്രത്യേക കഴിവുള്ള പരിശീലകനായിരുന്നു. സോൾഷ്യർ ഹാലൻഡിൽ കണ്ടത് മറ്റുള്ളവർ കാണാതിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു. ഇവൻ വെറും ഉയരമുള്ള ഒരു സ്ട്രൈക്കർ അല്ല, ശരിയായ പരിശീലനം നൽകിയാൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച നമ്പർ 9 ആകാൻ കഴിയുന്ന കളിക്കാരനാണ്. പിന്നീട് നിരവധി അഭിമുഖങ്ങളിൽ സോൾഷ്യർ ഹാലൻഡിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഒരു പരിശീലന സെക്ഷൻ പോലും പാഴാക്കാത്ത താരമാണ് എർലിംഗ് ഹാലൻഡ്. ഔദ്യോഗിക പരിശീലനം അവസാനിച്ച ശേഷവും ഹാലൻഡ് മൈതാനം വിടാറില്ലായിരുന്നു. ഒരു ദിവസം പരിശീലനം കഴിഞ്ഞപ്പോൾ സഹതാരങ്ങൾ വിശ്രമിക്കാൻ പോയെങ്കിലും ഹാലൻഡ് മാത്രം പരിശീലകനോട് ഇങ്ങനെ പറഞ്ഞു: ഇനിയും കുറച്ച് ക്രോസുകൾ എനിക്ക് തരാമോ? ഈ മനോഭാവമാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമനായ സ്ട്രൈക്കർമാരിൽ ഒരാളാക്കി അദ്ദേഹത്തെ മാറ്റിയെടുത്തത്. 2018 ജൂലൈ മോൾഡെ FKയ്ക്കായി ബ്രാൻ ക്ലബിനെതിരായ മത്സരത്തിൽ ഹാലൻഡ് 4 ഗോളുകൾ നേടി. നോർവീജിയൻ ഫുട്ബോളിലെ പ്രമുഖ ക്ലബിനെതിരെ ഒരു യുവതാരം നടത്തിയ ഈ പ്രകടനം യൂറോപ്പിലെ സ്കൗട്ടുമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതിനുശേഷം യൂറോപ്പിലെ നിരവധി ക്ലബ്ബുകൾ അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. യുവതാരങ്ങളുടെ വിപണിയിൽ ഹാലൻഡ് ഒരു പുതിയ പേരായി മാറി. ഇന്ന് ഹാലൻഡിനെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി എല്ലാവരും അംഗീകരിക്കുന്നു. എന്നാൽ തുടക്കത്തിൽ സ്ഥിതി അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് പല വിദഗ്ധരും പല സംശയങ്ങളും ഉന്നയിച്ചിരുന്നു. വളരെ ഉയരമുള്ളതിനാൽ സാങ്കേതിക മികവ് കുറവായിരിക്കുമോ? ഇംഗ്ലണ്ടിലോ സ്പെയിനിലോ ഇതേ പ്രകടനം പുറത്തെടുക്കാൻ അയാൾക്ക് സാധിക്കുമോ? ചെറിയ ലീഗുകളിൽ ഗോൾ നേടുന്നത് എളുപ്പമല്ലേ? ഈ ചോദ്യങ്ങൾ പിന്നീട് ഓരോന്നോരോന്നായി തെറ്റാണെന്ന് അയാൾ തന്നെ തെളിയിച്ചു. 2019 ജനുവരി ഓസ്ട്രിയൻ ക്ലബ്ബായ റെഡ് ബുൾ സാൾസ്ബർഗ് ഹാലൻഡിനെ സ്വന്തമാക്കി. യുവതാരങ്ങളെ കണ്ടെത്തി ലോകോത്തര താരങ്ങളാക്കുന്നതിൽ പ്രശസ്തമായ അക്കാദമിയായിരുന്നു സാൾസ്ബർഗ്. സാഡിയോ മാനെ, നാബി കെയ്റ്റ, ഡയോ ഉപെക്കാമനോ തുടങ്ങിയ നിരവധി താരങ്ങൾ ഈ സംവിധാനത്തിലൂടെയാണ് വളർന്നത്. ഹാലൻഡിനും അത് അനുയോജ്യമായ അന്തരീക്ഷമായി. 2019 പോളണ്ടിൽ നടന്ന ഫിഫ അണ്ടർ-20 ലോകകപ്പിൽ നോർവേ ഹോണ്ടുറാസിനെ നേരിടുന്നു. ആ മത്സരത്തിൽ ലോകം ഒരിക്കലും മറക്കാത്ത ഒരു റെക്കോർഡ് പിറന്നു. എർലിംഗ് ഹാലൻഡ് ഒറ്റ മത്സരത്തിൽ 9 ഗോളുകൾ സ്വന്തമാക്കി. ഫിഫ അണ്ടർ-20 ലോകകപ്പ് ചരിത്രത്തിലെ ഇന്നും തകർന്നിട്ടില്ലാത്ത റെക്കോർഡാണത്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്: നോർവേ ആ ടൂർണമെന്റിൽ പിന്നീട് പുറത്തായി. എന്നാൽ ലോകമോർത്തത് നോർവേ അല്ല, ആ 9 ഗോളുകളെയും അതടിച്ച ഉയരം കൂടിയ ഒരു പയ്യനെയുമാണ്. അതേ വർഷം UEFA ചാമ്പ്യൻസ് ലീഗ്, ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ് ടൂർണമെന്റ്. ആദ്യ മത്സരത്തിൽ തന്നെ ബെൽജിയൻ ക്ലബ്ബായ ജെങ്കിനെതിരെ ഹാലൻഡ് ഹാട്രിക് നേടി. അത് തുടക്കമായിരുന്നു. തുടർന്നുള്ള മത്സരങ്ങളിലും അദ്ദേഹം തുടർച്ചയായി ഗോളുകൾ സ്വന്തമാക്കി. 3 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്കുള്ളിൽ 8 ഗോളുകൾ. ഇത് സാധാരണ കണക്കായിരുന്നില്ല. അന്ന് യൂറോപ്പിലെ എല്ലാ പ്രമുഖ ക്ലബ്ബുകളുടെയും സ്കൗട്ടിംഗ് റിപ്പോർട്ടുകളിൽ ഒരു പേര് 1ാം സ്ഥാനത്തെത്തി: എർലിംഗ് ബ്രോട്ട് ഹാലൻഡ് എന്ന പേര്. ഹാലൻഡിനെ മനസ്സിലാക്കാൻ ആദ്യം ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കണം. അദ്ദേഹം വെറും ഉയരമുള്ള ഒരു സ്ട്രൈക്കർ മാത്രമല്ല, അദ്ദേഹം ഒരു വേഗതയുള്ള താരം മാത്രവുമല്ല. ഈ രണ്ടിൻ്റെയും അപൂർവമായൊരു സംയോജനമാണ്. ഫുട്ബോളിൽ സാധാരണയായി ഉയരമുള്ള താരങ്ങൾക്ക് അതിവേഗ സ്പ്രിന്റ് നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. വേഗതയുള്ള താരങ്ങൾക്ക് വായുവിലൂടെ ആധിപത്യവും കുറവായിരിക്കും. ഹാലൻഡിന് ഈ 2 കഴിവുകളും ഒരുമിച്ചുണ്ട്. അതിനോടൊപ്പം മൂന്നാമത്തെ ഒരു ഘടകം കൂടിയുണ്ട്: അദ്ദേഹത്തിൻ്റെ ഓട്ടത്തിൻ്റെ സമയക്രമം. പ്രതിരോധ നിര എപ്പോഴാണ് മുന്നോട്ട് വരുന്നത്, പാസ് എപ്പോഴാണ് എത്തുക, ഗോൾ കീപ്പർ എപ്പോഴാണ് മുന്നോട്ടിറങ്ങുക, ഈ നിമിഷങ്ങൾ കൃത്യമായി കണക്ക് കൂട്ടാൻ ഹാലൻഡിന് പലപ്പോഴും കഴിയുന്നു. ഹാലൻഡ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകം
അദ്ദേഹത്തിന്റെ കളി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു സ്ട്രൈക്കറുടെ ജോലി ഗോൾ നേടുക മാത്രമാണ്. ഈ ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. അനാവശ്യമായ പ്രകടനങ്ങളില്ല, ഡ്രിബിളിംഗ് കാണിക്കാനുള്ള ശ്രമമില്ല, അലങ്കാര പാസുകളില്ല. ഗോൾ നേടാൻ ആവശ്യമായ ഏറ്റവും ലളിതമായ തീരുമാനമാണ് ഹാലൻഡ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കളി വളരെ ലളിതമായി തോന്നാം. പക്ഷേ ആ ലാളിത്യത്തിന് പിന്നിൽ വർഷങ്ങളുടെ പരിശീലനവും കൃത്യമായ തീരുമാനങ്ങളുമുണ്ട്. 2019 അവസാനത്തോടെ യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളെല്ലാം ഹാലൻഡിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. നിരവധി ഓഫറുകൾ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഹാലൻഡും അദ്ദേഹത്തിന്റെ ടീമും ഒരു വ്യത്യസ്തമായ തീരുമാനമാണ് തിരഞ്ഞെടുത്തത്. ഉടൻ വലിയ ക്ലബ്ബുകളിലേക്ക് പോകുന്നതിന് പകരം തുടർച്ചയായി കളിക്കാൻ കഴിയുന്ന ക്ലബ്ബ് തിരഞ്ഞെടുക്കുക. അതാണ് അദ്ദേഹത്തെ ബൊറൂസിയ ഡോർട്ട്മുണ്ടിലേക്ക് എത്തിച്ചത്. ഈ തീരുമാനം പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ടു. ഡോർട്ട്മുണ്ട് യുവതാരങ്ങൾക്ക് അവസരം നൽകുന്ന ക്ലബ്ബാണ്. അവിടെ സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിലും അതോടൊപ്പം സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. തുടർച്ചയായി കളിക്കാനും വളരാനും അവസരം ലഭിച്ചു. ഹാലൻഡിന് വേണ്ടിയിരുന്നതും അതുതന്നെയായിരുന്നു. 2020 ജനുവരി 18 ബുണ്ടസ് ലീഗിൽ ഓക്സ്ബർഗിനെതിരായ മത്സരം. ഹാലൻഡ് ആദ്യ 11-ൽ ഉണ്ടായിരുന്നില്ല. രണ്ടാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങി. വെറും 20 മിനിറ്റിനുള്ളിൽ ഹാട്രിക്. അതൊരു അരങ്ങേറ്റം മാത്രമായിരുന്നില്ല, ഒരു പ്രഖ്യാപനമായിരുന്നു. ഒരു പുതിയ ഗോൾ വേട്ടക്കാരൻ യൂറോപ്പിലെത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം. തുടർന്നുള്ള ആഴ്ചകളിലും ഗോളുകൾ തുടർന്നു. ഹാലൻഡ് പന്ത് തൊടുന്ന തവണകളെക്കാൾ കൂടുതൽ ഗോളുകൾ നേടുന്നുവെന്ന തോന്നൽ ആരാധകർക്കുണ്ടായി. ഗോൾ പോസ്റ്റിന് മുന്നിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അത്രയ്ക്കും കൃത്യമായിരുന്നു. ലോകം അത്ഭുതത്തോടെ ആ കളിക്കാരനെ കണ്ണുമിഴിച്ചു നോക്കി നിന്നു. ഡോർട്ട്മുണ്ടിനായി കളിച്ച കാലത്ത് ഹാലൻഡ് വെറും ഒരു സ്ട്രൈക്കർ മാത്രമായിരുന്നില്ല. ലോകത്തിലെ എല്ലാ പ്രതിരോധ താരങ്ങളുടെയും പഠന വിഷയമായി അദ്ദേഹം മാറി. പ്രതിരോധം ഉയർത്തി കളിച്ചാൽ അതിവേഗത്തിൽ പിന്നിലേക്ക് ഓടിക്കയറും. ഡിഫൻസ് അടുത്ത് നിന്നാൽ ശരീരബലം ഉപയോഗിച്ച് മറികടക്കും. ക്രോസ് വന്നാലോ ഹെഡർ, താഴ്ന്ന പാസ് വന്നാലോ ഒരു സ്പർശനത്തിൽ ഫിനിഷ്, കൗണ്ടർ അറ്റാക്കിൽ സ്പ്രിന്റ്, സെറ്റ് പീസിൽ ഉയരം. സ്ട്രൈക്കർമാർക്ക് ആവശ്യമായ എല്ലാ ഗുണങ്ങളും ഒരുമിച്ചുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ തടയാൻ പ്രത്യേക പദ്ധതികൾ തന്നെ പല ടീമിനും തയ്യാറാക്കേണ്ടി വന്നു. ഹാലൻഡിന്റെ വളർച്ച ഏറ്റവും വ്യക്തമായി പ്രകടമായത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലായിരുന്നു. മത്സരങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കെ 20-ലധികം ഗോളുകൾ നേടി അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ ആ നേട്ടത്തിലെത്തിയ താരങ്ങളിൽ ഒരാളായി. 25, 30, 35 ഗോളുകൾ എന്നിങ്ങനെ ഓരോ നാഴികക്കല്ലും അദ്ദേഹം മുൻകാല ഇതിഹാസങ്ങളെക്കാൾ കുറച്ചു മത്സരങ്ങൾ കൊണ്ട് മറികടന്നു. ചാമ്പ്യൻസ് ലീഗ് പോലൊരു ടൂർണമെന്റിൽ ഇത്രയും സ്ഥിരത പുലർത്തുക വളരെ അപൂർവമാണ്. 2022 ഹാലൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ചേർന്നപ്പോൾ ഒരു വലിയ ചർച്ച ആരംഭിച്ചു. പെപ് ഗാർഡിയോളയുടെ പാസിംഗ് ഫുട്ബോളിൽ ഇത്രയും നേരിട്ടുള്ള ഒരു സ്ട്രൈക്കർ വിജയിക്കുമോ? പല വിദഗ്ധരും സംശയം പ്രകടിപ്പിച്ചു. പക്ഷേ സീസൺ അവസാനിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു. ഹാലൻഡ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി. അദ്ദേഹം വെറും ഗോളുകൾ നേടുക മാത്രമല്ല ചെയ്തത്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആക്രമണ ശൈലി തന്നെ മാറ്റിമറിച്ചു. മുൻപ് ബോക്സിന് പുറത്തുള്ള ചെറിയ പാസുകളുടെ അവസരങ്ങൾ സൃഷ്ടിച്ചിരുന്ന ടീം ഇപ്പോൾ പ്രതിരോധത്തിന്റെ പിന്നിലേക്ക് പോകുന്ന പാസുകളും കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ആ ഓട്ടം പൂർത്തിയാക്കാൻ ഹാലൻഡ് അവിടെ ഉണ്ടായിരുന്നു. പെപ് ഗാർഡിയോളയുടെ ടീമുകളിൽ കളിക്കുന്ന ഒരു സ്ട്രൈക്കർക്ക് ഗോളുകൾ മാത്രം മതിയാകില്ല. അദ്ദേഹം പ്രതിരോധത്തിലും പങ്കാളികളാകണം, പ്രസ്സിംഗ് നടത്തണം, സ്ഥലങ്ങൾ സൃഷ്ടിക്കണം. ഹാലൻഡ് ഈ മേഖലകളിലും തുടർച്ചയായി പുരോഗതി കൈവരിച്ചു. ആദ്യ സീസണിനെ അപേക്ഷിച്ച് പിന്നീട് അദ്ദേഹം പന്ത് കൈകാര്യം ചെയ്യുന്നതിലും കൂട്ടാളികൾക്ക് അവസരം ഒരുക്കുന്നതിലും കൂടുതൽ മികവ് കാണിച്ചു. ഒരു ലോകോത്തര പരിശീലനത്തിന്റെ കീഴിൽ അദ്ദേഹം കൂടുതൽ സമ്പൂർണ്ണ ഫുട്ബോൾ താരമായി വളർന്നു. ഹാലൻഡ് തൻ്റെ ഭക്ഷണക്രമത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണം, മത്സ്യം, മാംസം, പച്ചക്കറികൾ, പഴങ്ങൾ, ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഉറക്കത്തിനും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകുന്നു. കായികശാസ്ത്രത്തിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം, ശരീരം വളരുന്നത് പരിശീലന സമയത്ത് മാത്രമല്ല, വിശ്രമയ സമയത്തു കൂടിയാണ്. ഹാലൻഡിന്റെ ജീവിത രീതിയിലും ഇത് വ്യക്തമാണ്. ദീർഘകാലമായി ലോകകപ്പിലും യൂറോ കപ്പിലും സ്ഥിരമായി പങ്കെടുക്കാൻ കഴിയാതിരുന്ന നോർവേയ്ക്ക് ഹാലൻഡിന്റെ വരവ് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. മാർട്ടിൻ ഒഡേഗാർഡിനൊപ്പം ചേർന്ന് അദ്ദേഹം ഒരു പുതിയ തലമുറയ്ക്ക് തന്നെ തുടക്കം കുറിച്ചു. ഒരു രാജ്യത്തിന്റെ ഫുട്ബോൾ സംസ്കാരത്തെ മാറ്റാൻ ഒരു താരത്തിന് കഴിയുമോ എന്ന ചോദ്യത്തിന് നോർവേ ഇന്ന് നൽകുന്ന മറുപടികളിൽ ഹാലൻഡിന്റെ സ്വാധീനം വ്യക്തമാണ്. ഒരുപക്ഷെ ഇന്ന് എതിരാളികൾ നോർവേയെ ഭയക്കാനുള്ള ഏറ്റവും വലിയ കാരണവും ആ പേര് തന്നെയായിരിക്കും, എർലിംഗ് ഹാലൻഡ്. Yoga